ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനു വേണ്ടി 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര പുട്ടുപൊടി എടുക്കുന്നുണ്ടോ അത്രയും തന്നെ വെള്ളം എടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല തരിയുള്ള പുട്ടുപൊടിയാണ്, മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയാണ്. നമ്മളിതിനകത്ത് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പുട്ടുപൊടിയുടെ അളവിൽ തന്നെ വെള്ളം എടുക്കണം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ കൂട്ടി നോക്കി വയ്ക്കാം. ഒത്തിരി വെള്ളം കൂടുതലായിട്ട് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ നല്ലവണ്ണം വലിഞ്ഞ് പൊടി നല്ല മയത്തിൽ വന്നിട്ടുണ്ടാവും. മതി. ഒരു 10 മിനിറ്റ് നേരം ഈ പൊടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം. നമ്മുടെ പുട്ടുപൊടി നല്ല മയം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ നമുക്ക് നല്ലോണം ഈ കട്ടയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചെടുക്കാം. അതൊക്കെ ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം പൊടി പുട്ടുകുറ്റിയിലേക്ക് വാരിയിടാം. അതിനുവേണ്ടി പുട്ടുകുറ്റിയിൽ ചില്ലിടാൻ മറന്നു പോകരുത്. ചില്ലിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ആദ്യം ഇടാം. തേങ്ങാപ്പീര, അതിന് ശേഷം പുട്ടുപൊടി നമുക്ക് വാരിയിടാം. പിന്നെ കുറച്ച് തേങ്ങാപ്പീര, വീണ്ടും പുട്ടുപൊടി വാരിയിടുന്നു. വീണ്ടും കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് വീണ്ടും പുട്ടുപൊടി നമുക്ക് വാരിയിടാം. അധികം അമർത്തി നിറയ്ക്കണ്ട. മുകളിൽ കുറച്ച് പുട്ടുപൊടി തേങ്ങാപ്പീര നമ്മൾ വാരി വെച്ചതിന് ശേഷം നമുക്ക് പുട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും പുട്ട് ആവി വരും. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് കടലക്കറിയുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ കൂട്ടി കഴിക്കാം.